Hello everyone, welcome to the wonderful episode of Chella PSC. It's me Anand K. Rajiv, Chella PSCയുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ്. ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ടോപ്പിക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. മത്സര പരീക്ഷകളിൽ സ്ഥിരമായി ചോദ്യം വരുന്ന ഒരു ടോപ്പിക്കാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഇത് ഏറ്റവും സിമ്പിളായി ടെൻസ് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യാതെ, നിങ്ങളെ വെറുപ്പിക്കാതെ, ഏറ്റവും എളുപ്പത്തിലൂടെ, ഏറ്റവും നല്ല ട്രിക്കിലൂടെ നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കാൻ പോവുകയാണ്. സോ ഒന്നാമതൊരു സെന്റൻസിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, ബോയ് റൈറ്റ്സ് എ ലെറ്റർ. നമുക്കറിയാവുന്ന സിമ്പിൾ സെന്റൻസാ. ഓക്കെ, ഈ ബോയ് റൈറ്റ്സ് എ ലെറ്ററിലെ ബോയിയെ നമ്മൾ ഗ്രാമറിൽ വിളിക്കുന്ന പേരാണ് സബ്ജക്റ്റ്. എന്താ വിളിക്കുന്ന പേര്? സബ്ജക്റ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ റൈറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് വെബ് എന്നാണ്. വെബ്. ഓക്കെ ആണോ? എ ലെറ്റർ എന്ന് പറഞ്ഞാൽ അത് ഒബ്ജക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഫോർമാറ്റ് ഏതാന്ന് ചോദിച്ചാൽ SVO. ഏതാ ഫോർമാറ്റ്? SVO. ഓക്കെ ആണോ? ഇത് തുടങ്ങുന്നത് ഏതിലാന്ന് ചോദിച്ചാൽ സബ്ജക്റ്റിലാണ്. സാറേ സബ്ജക്റ്റിലാണ്. അപ്പൊ പ്രാധാന്യം കൂടുതൽ ആർക്കാ? സബ്ജക്റ്റിന്. ആദ്യം വരുന്ന ആളുകൾക്കായിരിക്കും പ്രാധാന്യം. സംശയം ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ 5 സുഹൃത്തുക്കളുടെ പേര് പെട്ടെന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്ന സുഹൃത്ത് അതായിരിക്കും നിങ്ങൾ ലൈഫിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നയാൾ. അങ്ങനെയെങ്കിൽ ആദ്യം വരുന്നയാൾക്കായിരിക്കും പ്രാധാന്യം. നോക്ക്, ഇവിടെ സബ്ജക്റ്റ് ആണ് ആദ്യം വരുന്നത്. അപ്പൊ പ്രാധാന്യം ആർക്കാ കൂടുതൽ കിട്ടുക എന്ന് ചോദിച്ചാൽ സബ്ജക്റ്റിനാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയും, സബ്ജക്റ്റിൽ തുടങ്ങി സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് വോയിസ്. എന്തൊരു വോയിസാ? ആക്റ്റീവ് വോയിസ്. മറക്കല്ലേ, സബ്ജക്റ്റിൽ തുടങ്ങി സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേര് ആക്റ്റീവ് വോയിസ്. അങ്ങനെയെങ്കിൽ കേട്ടോ, ഇവിടെ ഏറ്റവും പ്രാധാന്യം കുറവ് ലഭിക്കുന്നയാള് ഒബ്ജക്റ്റ് ആണ്. എനിക്ക് അയാളോട് ഒരു ഇത്തിരി സ്നേഹം, എനിക്ക് ഒബ്ജക്റ്റിന് ഇത്തിരി പ്രാധാന്യം കൊടുക്കണമെന്ന് ആഗ്രഹം. ഒബ്ജക്റ്റിന് പ്രാധാന്യം കിട്ടണമെങ്കിൽ ഇവിടെ വരണം, കറക്റ്റ്, ആദ്യം വരണം. അപ്പൊ അവഗണിക്കുന്നവരെ പരിഗണിക്കണം. മറക്കരുത് കേട്ടോ, അവഗണിക്കുന്നവരെ പരിഗണിക്കണം. നമ്മുടെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നവരെ നമ്മൾ ചേർത്ത് നിർത്താൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ അവഗണന അനുഭവിക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ ആദ്യം കൊണ്ടുവരണം. അങ്ങനെയെങ്കിൽ ഞാൻ ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരുന്നു. ഏതാ ഇവിടുത്തെ ഒബ്ജക്റ്റ്? എ ലെറ്റർ ആണ്. എ ലെറ്റർ ഞാൻ പാസീവിലേക്ക് മാറ്റുവാണ്. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ബോയ്. ഇതാ കേട്ടോ, എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ബോയ്. അങ്ങനെയെങ്കിൽ ഞാൻ നോക്ക്, ഈ പറയുന്ന സെന്റൻസിന്റെ തുടക്കം നമ്മൾ നോക്കുക. എ ലെറ്റർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഒബ്ജക്റ്റ് ആണ്. ഈസ് റിട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വെബ് ആണ്. ബൈ ബോയ് എന്ന് പറഞ്ഞാൽ ആരാണ്? സബ്ജക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ നോക്ക്, ഇവിടെ തുടങ്ങുന്നത് ഏതിലാ? ഒബ്ജക്റ്റിലാ തുടങ്ങുന്നത്. അപ്പൊ പ്രാധാന്യം കൂടുതൽ ആർക്കാ? ഒബ്ജക്റ്റിനാ പ്രാധാന്യം. അപ്പൊ ഒബ്ജക്റ്റിൽ തുടങ്ങി ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് പാസീവ് വോയിസ്. ഏതൊരു വോയിസാ? പാസീവ് വോയിസ്. മറക്കല്ലേ സാറേ, ഒന്നുകൂടെ കേട്ടോ, സബ്ജക്റ്റിൽ തുടങ്ങി സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് വോയിസ്. അങ്ങനെയെങ്കിൽ ഒബ്ജക്റ്റിൽ തുടങ്ങി ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് പാസീവ് വോയിസ്. മറക്കത്തില്ലല്ലോ. അടുത്ത സെന്റൻസിലേക്ക് പോകാം. ശ്രദ്ധിച്ചു കേട്ടോ, അടുത്ത സെന്റൻസ്, ഗേൾ സിംഗ്സ് എ സോങ്. വീണ്ടും നമ്മൾ പറയുന്നു, ഗേൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സബ്ജക്റ്റ് ആണ്. സിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെബ് ആണ്. എ സോങ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒബ്ജക്റ്റ് ആണ്. ഇവിടെ തുടങ്ങുന്നത് ഏതിലാ? സബ്ജക്റ്റിലാ തുടങ്ങുന്നേ. അപ്പൊ പ്രാധാന്യം കൂടുതൽ ആർക്കാ? സബ്ജക്റ്റിന് പ്രാധാന്യം. അപ്പൊ സബ്ജക്റ്റിൽ തുടങ്ങി സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേര് ആക്റ്റീവ് വോയിസ്. എന്തൊരു വോയിസാ? ആക്റ്റീവ് വോയിസ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മാറ്റണം, പാസീവിലേക്ക് മാറ്റണം. പാസീവിലേക്ക് മാറ്റണമെങ്കിൽ ആദ്യം ആരെ കൊണ്ടുവരണം? ഒബ്ജക്റ്റിനെ കൊണ്ടുവരണം. ഞാൻ എഴുതുവാണ്, എ സോങ് ഈസ് സങ് ബൈ ഗേൾ. എ സോങ് ഈസ് സങ് ബൈ ഗേൾ. നോക്ക്, എ സോങ് എന്ന് പറഞ്ഞാൽ ആരാ? ഒബ്ജക്റ്റാ. ഈ സങ് എന്ന് പറഞ്ഞാൽ എന്താ? വെബാണ്. ബൈ ഗേൾ എന്ന് പറഞ്ഞാൽ ആരാ? സബ്ജക്റ്റ് ആണ്. അപ്പൊ തുടങ്ങുന്നത് ഏതിലാ? ഒബ്ജക്റ്റിലാ തുടങ്ങുന്നേ. പ്രാധാന്യം കൂടുതൽ ആർക്കാ? ഒബ്ജക്റ്റിനാണ്. അപ്പൊ ഒബ്ജക്റ്റിൽ തുടങ്ങി ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് പാസീവ് വോയിസ്. എന്തൊരു വോയിസാ? പാസീവ് വോയിസ്. ഐഡിയ നിങ്ങൾക്ക് കൃത്യമായി എന്ന് കരുതുന്നു. ഒന്നുകൂടെ പറയാം, സബ്ജക്റ്റിൽ തുടങ്ങി സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേര് ആക്റ്റീവ് വോയിസ്. ഒബ്ജക്റ്റിൽ തുടങ്ങി ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേര് പാസീവ് വോയിസ്. ഇനി നോക്കിക്കോ, ഒരൊറ്റ കോഡിനകത്തൂടെ നമ്മൾ ഇത് കൊണ്ടുവരികയാണ്. എ സോങ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു സാറേ? ഒബ്ജക്റ്റ് ആയിരുന്നു. ആണല്ലോ. അടുത്ത കിടക്കുന്ന ഈ പുള്ളിക്കാരനെ അറിയാമോ? അറിയാവോ? കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓക്സിലറി. എന്താ വിളിക്കുന്ന പേര്? ഓക്സിലറി. അത് കഴിഞ്ഞു കിടക്കുന്ന പുള്ളിക്കാരനെ കണ്ടോ?
സങ് എന്ന് പറഞ്ഞാൽ V3 ഫോം ആണ്. പാസീവിനകത്ത് ഏതേ ഉപയോഗിക്കാവുള്ളൂ? V3 ഫോമേ ഉപയോഗിക്കാവുള്ളൂ. ബൈ ഗേൾ എന്ന് പറഞ്ഞാൽ ആരാ? സബ്ജക്റ്റ് ആണ്. ഒന്നുകൂടെ കേട്ടോണേ, നമ്മളൊരു ജനറൽ ഫോർമാറ്റിലേക്ക് എത്തുകയാണ്. പാസീവ് വോയിസിന്റെ ജനറൽ ഫോർമാറ്റ് ഏതാ? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. മറക്കല്ലേ, ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഇനി കേട്ടോ, ഒബ്ജക്റ്റിന് എവിടുന്ന് കിട്ടും സാറേ? ചോദ്യത്തിനകത്തുണ്ട്. V3 എവിടുന്ന് ഒപ്പിക്കാം സാറേ? ചോദ്യത്തിനകത്തുനിന്ന് ഒപ്പിക്കാം. സബ്ജക്റ്റ് എവിടെ ഉണ്ട് സാറേ? ചോദ്യത്തിനകത്തുണ്ട് സാറേ. അപ്പൊ പിടികിട്ടാ പുള്ളി ആരാ? ഓക്സിലറി വെർബ്. പിടികിട്ടാ പുള്ളി ആരാ? ഓക്സിലറി വെർബ്. അപ്പം വേറെ ടെൻസ് നോക്കേണ്ട കാര്യമില്ല. ആകെ കൂടെ ഓക്സിലറി ആഡ് ചെയ്യാൻ പഠിച്ചാൽ മതി. ആരെ ആഡ് ചെയ്യാൻ പഠിച്ചാൽ മതി? ഓക്സിലറി ആഡ് ചെയ്യാൻ. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റ് ചെയ്ത പാസീവിന്റെ ഫോം. പാസീവിന്റെ ഫോം ശ്രദ്ധിച്ചു കേട്ടോണേ. പാസീവിന്റെ ഫോം ഏതാ? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഒന്നുകൂടെ കേട്ടോണേ, ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. കേട്ടിരിക്കണേ. ഇതിനകത്ത് ഒബ്ജക്റ്റിനെ ചോദ്യത്തിൽ നിന്ന് കിട്ടും, V3യെ ചോദ്യത്തിൽ നിന്ന് ഒപ്പിക്കാം, സബ്ജക്റ്റിനെ ചോദ്യത്തിൽ നിന്ന് കിട്ടും. പിടികിട്ട പുള്ളിയാരാ? ഓക്സിലറി. ഓക്സിലറി ആഡ് ചെയ്യാൻ പഠിച്ചാൽ എളുപ്പമാണ്. ഓക്സിലറി ആഡ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ട്രിക്കാണ് തൊട്ടു താഴെ ഞാൻ കോളത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്സിലറി എങ്ങനെ ആഡ് ചെയ്യാം? മെയിൻ വെർബ് നോക്കി ആഡ് ചെയ്യാം. നമുക്കറിയാം മെയിൻ വെർബ് പ്രധാനമായും V1 V2 V3 ഫോമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉണ്ടോ? അപ്പൊ V1 V2 V3 അത് വന്നാൽ എങ്ങനെ ചെയ്യണം? V1 ആണ് വരുന്നതെങ്കിൽ ഈസ് ആർ ആം. മറക്കല്ലേ, V1 ആണ് വരുന്നതെങ്കിൽ ആഡ് ചെയ്യേണ്ട ഓക്സിലറി ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം. ഒന്നുകൂടെ പറയാം, V1 ആണ് ഈസ് ആർ ആം. പറ, V1 ആണ് ഈസ് ആർ ആം. അടുത്തത് V2 ആണെങ്കിൽ വാസ് വെയർ. മറക്കല്ലേ, V2 ആണെങ്കിൽ വാസ് വെയർ. പറ, V2 ആണെങ്കിൽ വാസ് വെയർ. അടുത്ത V3 ആണെങ്കിൽ ആഡ് ചെയ്യുന്നത് ബീൻ ആണ്. ബീൻ ആഡ് ചെയ്യണം. ഓക്കെ. ING ആണെങ്കിൽ അവിടെ ആഡ് ചെയ്യേണ്ടത് ബീങ് ആഡ് ചെയ്യണം. മോഡൽ ആണെങ്കിൽ അവിടെ ആഡ് ചെയ്യേണ്ടത് ബി ആഡ് ചെയ്യണം. എന്നോടൊപ്പം പറഞ്ഞങ്ങ് പഠിച്ചോ. ഇവിടെ ഇരുന്നങ്ങ് ക്ലിയർ ആക്കിക്കോ. ഇനി പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കല്ലേ. ഇപ്പൊ എന്നോടൊപ്പം പറഞ്ഞങ്ങ് പഠിച്ചോ. നിങ്ങൾ മൊബൈൽ ഫോണിനകത്ത് നോക്കിയായിരിക്കും, ലാപ്ടോപ്പിനകത്ത് നോക്കിയായിരിക്കും ഈ ക്ലാസ് കാണുന്നത്. അപ്പുറത്ത് ഇപ്പുറത്ത് വേറെ ആൾക്കാർ കാണും. നാണക്കേട് വിചാരിക്കേണ്ട. ജോലി കിട്ടണോ? നാണക്കേട് മാറ്റിവെച്ച് എന്നോടൊപ്പം പറഞ്ഞു പഠിച്ചോ. V1 ആണ് ഈസാറാം. എങ്ങനെ? V1 ആണ് ഈസാറാം. V2 ആണ് വാസുബയർ. എങ്ങനെ? V2 ആണ് വാസുബയർ. അടുത്ത V3 ആണ് ബീൻ. താളത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ 3 പ്രാവശ്യം. ഒറ്റ വേർഡ് ആണ് ബീൻ. ഓക്കെ. അപ്പൊ V3 ആണ് ബീൻ. ING ആണ് ബീങ്. മോഡൽ ആണ് ബി. അപ്പൊ മോഡൽ എന്താ? മോഡൽ ഓക്സിലറി പഠിച്ചിട്ടുണ്ട്. വില്ല് ഗുഡ്, ഷാൽ ഷുഡ്, ക്യാൻ ഗുഡ്, മേമായിട്ട്, മസ്റ്റ് പഠിച്ചിട്ടില്ലേ? അപ്പൊ അത് വന്നാൽ അതിന്റെ കൂടെ ബി ചേർക്കണം. പറഞ്ഞു മനസ്സിലായി? വില്ല് വന്നാൽ പാസീവ് ആകുമ്പോൾ വിൽ ബി, ഷാൽ വന്നാൽ പാസീവ് ആകുമ്പോൾ ഷാൽ ബി, വുഡ് വന്നാൽ പാസീവ് ആകുമ്പോൾ വുഡ് ബി. അപ്പൊ ഒന്നോടെ പറയുന്നു, തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാ? തന്നിരിക്കുന്ന സെന്റൻസ് പാസീവിനകത്ത് ഓക്സിലറി ആഡ് ചെയ്യുന്നത് എങ്ങനെയാ? മെയിൻ വെർബ് നോക്കി വേണം. ഏത് നോക്കി വേണം? മെയിൻ വെർബ്. ഒന്നുകൂടെ ക്ലിയർ ആക്കുന്നു. നമുക്ക് പാസീവിനെ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നു. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്ട്. ഓക്കെ. ഒബ്ജക്റ്റിനെ എവിടുന്ന് കിട്ടും സാറേ? ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. V3 എവിടുന്ന് ഒപ്പിക്കാം സാറേ? ക്വസ്റ്റ്യനിൽ നിന്ന് ഒപ്പിക്കാം. സബ്ജക്റ്റിനെ എവിടുന്ന് കിട്ടും സാറേ? ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. ഇനി അപ്പൊ ആഡ് ചെയ്യേണ്ടതാരാ? പിടികിട്ട പുള്ളിയാര? ഓക്സിലറി. ഓക്സിലറി എങ്ങനെ ആഡ് ചെയ്യണം? മെയിൻ വെർബ് നോക്കി ആഡ് ചെയ്യണം. തന്നിരിക്കുന്ന സെന്റൻസിലെ മെയിൻ വെർബ് V1 ആണെങ്കിൽ ഈസാറാം. തന്നിരിക്കുന്ന സെന്റൻസിലെ മെയിൻ വെർബ് V2 ആണെങ്കിൽ വാസുബയർ. തന്നിരിക്കുന്ന സെന്റൻസിലെ മെയിൻ വെർബ് V3 ആണെങ്കിൽ ബീൻ ആഡ് ചെയ്യണം. തന്നിരിക്കുന്ന സെന്റൻസിലെ മെയിൻ വെർബ് ING ആണെങ്കിൽ ബീങ് ആഡ് ചെയ്യണം. തന്നിരിക്കുന്ന സെന്റൻസിലെ മെയിൻ വെർബ് മോഡൽ ഓക്സിലറി ആണെങ്കിൽ ബി ആഡ് ചെയ്യണം. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോണേ. ഒന്നാമത്തെ ചോദ്യം, ഹി റൈറ്റ്സ് എ നോവൽ. നമ്മൾ അതിനകത്ത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഒന്ന് എഴുതുകയാണ്. ഹി എന്ന് പറഞ്ഞാൽ ആരാണ്? സബ്ജക്റ്റ് ആണ്. റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? വെബ് ആണ്. വെബിന്റെ ഏത് ഫോമാ? V1 ഫോമാണ്. അപ്പൊ റൈറ്റിന്റെ V1 V2 V3 പറഞ്ഞോ. റൈറ്റ്, റോട്ട്, റിട്ടൺ. റൈറ്റ്, wrote, written. ക്ലിയർ ആണോ? ഹി റൈറ്റ്സ് എ നോവൽ. നോക്ക്, എ നോവൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒബ്ജക്റ്റ് ആണ്. തുടങ്ങുന്നത് സബ്ജക്റ്റിലാണ്, പ്രാധാന്യം അപ്പൊ സബ്ജക്റ്റിനാണ്. സോ ഇതേത് വോയിസാ? ആക്റ്റീവ് വോയിസ് ആണ്. നമുക്ക് എങ്ങോട്ട് മാറ്റണം? പാസീവ് ആക്കണം. എങ്ങോട്ട് മാറ്റണം? പാസീവ് ആക്കണം. പാസീവിന്റെ ഫോർമാറ്റ് പറഞ്ഞോ? എന്നോടൊപ്പം പറ. ഒബ്ജക്റ്റ് പ്ലസ്
ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ ആണോ? ഈ പ്ലസ് 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 ഒക്കെ എടുത്ത് പറയുമ്പോൾ ഇവൻ എവിടുത്തെ ആളാണെന്ന് ചോദിക്കരുത്. എൻ്റെ ക്ലാസ്സുകൾ കൂടുതലും കാണുന്നത് ഇംഗ്ലീഷ് ഇഷ്ടമില്ലാത്ത ആളുകളായിരിക്കും, ഇംഗ്ലീഷ് പാടായിട്ടുള്ള ആളുകളായിരിക്കും. അവർക്ക് ഇത്തിരിയെങ്കിലും മനസ്സിലാകത്തക്ക രീതിയിൽ, ഇൻട്രസ്റ്റ് ആകത്തക്ക രീതിയിൽ പറയുന്നത് കൊണ്ടാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. മാമനോടൊന്നും തോന്നല്ലേ? അപ്പൊ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. കേട്ടോണേ, ഒബ്ജക്റ്റ് ആരാ ഇതിനകത്ത്? എ നോവലാണ്. എ നോവലാണ്. ഓക്കെ ആണോ? അടുത്ത ആരെ ആഡ് ചെയ്യണം? ഓക്സിലറി. ഓക്സിലറി ആഡ് ചെയ്യുന്നത് എങ്ങനെയാ? മെയിൻ വെർബ് നോക്കി ആഡ് ചെയ്യണം. ശ്രദ്ധിച്ചു കേട്ടോ, മെയിൻ വെർബ് V1 ആണ്. V1 ആണ് ഈസ് ആർ ആം. എന്താ മക്കളെ? V1 ആണ് ഈസ് ആർ ആം. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ കേട്ടെ, എ നോവലിന് കൂടെ ഈസ് വരൂ, ആർ വരൂ, ആം വരൂ? നമുക്കറിയാം ആൻസർ ഈസ് വരും. ക്ലിയർ ആണ്. ഇനി അടുത്തത് V3 ആഡ് ചെയ്യണം. റൈറ്റിന്റെ V3 പറഞ്ഞു, റിട്ടൺ റിട്ടൺ റിട്ടൺ. ഓക്കെ, ബൈ 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 ബൈ. നോക്ക്, ഹി അല്ലേ വന്നേ? അവിടെ ചെറിയൊരു കോളത്തിനകത്തെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഹി വന്നാൽ ഹിം ആക്കണം, ഷീ വന്നാൽ ഹെയർ ആക്കണം, ദേ വന്നാൽ ദം ആക്കണം, വി വന്നാൽ അസ് ആക്കണം. ഒന്നൂടെ പറയാം. ഹി വന്നാൽ പാസീവിൽ പോകുമ്പോൾ ഹിം ആകും, ഷീ വന്നാൽ പാസീവിൽ പോകുമ്പോൾ ഹെയർ ആകും, ദേ വന്നാൽ പാസീവിൽ പോകുമ്പോൾ ദം ആകും, വി വന്നാൽ പാസീവിൽ പോകുമ്പോൾ അസ് ആകും. ഇനി ഐ വന്നാൽ പാസീവിൽ പോകുമ്പോൾ മീ ആകും. വിട്ടുപോയതാണ്. ഐ വന്നാൽ പാസീവിൽ പോകുമ്പോൾ മീ ആകും. ഇത് നേരെ തിരിച്ചുവാകാം, മീ വന്നാൽ അയ്യുമാകും. കേട്ടോ? അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച കേട്ടോണേ. എ നോവൽ ഈസ് റിട്ടൺ ബൈ. ഹി വന്നത് കൊണ്ട് ഹിമ്മായി. ഓക്കെ ആണ് എന്ന് കരുതുന്നു. സെന്റൻസ് കേട്ടോ, ഹി റൈറ്റ്സ് എ നോവൽ. ഹി റൈറ്റ്സ് എ നോവൽ. നമ്മൾ അത് പറഞ്ഞു, സബ്ജക്റ്റിലാണ് തുടങ്ങുന്നത്. അപ്പൊ പ്രാധാന്യ സബ്ജക്റ്റിനാണ്. സോ ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് മാറ്റണം? പാസീവ് ആക്കണം. പാസീവ് ആക്കാനുള്ള ഫോർമാറ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ കേട്ടെ, നമ്മൾ ഒബ്ജക്റ്റിനെ ആദ്യം എഴുതി, എ നോവൽ. അടുത്തത് ഓക്സിലറി ആഡ് ചെയ്യണം. മെയിൻ വെർബ് V1 ആയതുകൊണ്ട് വരുന്നത് ഈസ് ആർ ആം ആണ്. എ നോവലിന്റെ കൂടെ വരുന്ന ഓക്സിലറി ഈസ് ആണ്. അടുത്തത് V3 പറയണം. റൈറ്റിന്റെ V3 റിട്ടൺ ആണ്. ബൈ ഹിം വന്നു. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. ദേ പ്ലേഡ് ക്രിക്കറ്റ്. നോക്ക്, ദേ പ്ലേഡ് ക്രിക്കറ്റ്. ദേ എന്ന് പറഞ്ഞാൽ ആരാ? പറഞ്ഞോ, സബ്ജക്റ്റ്. പ്ലേഡ് ആരാ സാറേ? V2 ആണ്. അതെങ്ങനെ മനസ്സിലാക്കും? V2 V3 സെയിം അല്ലേ? ചില വെബുകൾ അങ്ങനെയാടാ. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. കണ്ടോ? V2 V3. ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കുറച്ചു പേർക്ക് അറിയാം, ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്ങനെ മനസ്സിലാക്കും? ശ്രദ്ധിച്ചു കേട്ടോ. ആക്റ്റീവിനകത്ത് V2 V3 സെയിം ആണെങ്കിൽ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഞാൻ ഈ പറയുന്ന ട്രിക്ക് ഓർത്ത് വെച്ചോ. ഈ ചോദ്യത്തിനകത്ത് പ്ലേഡ് V2 ആകാം, പ്ലേഡ് V3 ആകാം. എങ്ങനെ കണ്ടുപിടിക്കും V2 ആണോ V3 ആണോന്ന്? ഈ V2 ഒരു സ്വഭാവമുണ്ട്, അത് ഇൻട്രോവേർട്ട് ആണ്. മറക്കല്ലേ, ഇൻട്രോവേർട്ട്. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കുകളൊന്നാണ് ഇൻട്രോവേർട്ട്. V3 ആണെങ്കിൽ എക്സ്ട്രോവേർട്ട് ആണ്, ഓപ്പോസിറ്റ് ആണ്. എന്തു ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ? പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ ആരുമില്ല, എപ്പോഴും ഒറ്റയ്ക്ക് നടക്കും, ഒറ്റയ്ക്ക് ഇരിക്കും, ഒറ്റയ്ക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒറ്റയ്ക്ക് പോകുന്ന ആളുകൾ വിളിക്കുന്ന പേരെ ഇൻട്രോവേർട്ട്. എന്നാൽ എക്സ്ട്രോവേർട്ടിന്റെ പ്രത്യേകത, സുഹൃത്തുക്കളില്ലാതെ ഒരിടത്തും പോകത്തില്ല. എവിടെ പോണെങ്കിലും സുഹൃത്തുക്കൾ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എക്സ്ട്രോവേർട്ട് ആണ്. എന്നാ കേട്ടോ, V2 സ്വഭാവം ഇൻട്രോവേർട്ട് ആണ്, V3 സ്വഭാവം എക്സ്ട്രോവേർട്ട് ആണ്. ഓക്കെ, അപ്പൊ V2 ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഒറ്റയ്ക്ക് കാണത്തുള്ളൂ. V3 എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ട് സുഹൃത്തുക്കൾ എപ്പോഴും കൂടെ കാണും. എക്സ്ട്രോവേർട്ടിന്റെ എപ്പോഴത്തെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ആരാന്ന് കേട്ടോ? ഹാസ്, ഹാവ്, ഹാഡ്. ഇവരില്ലാതെ വെളിയിറങ്ങത്തില്ല. അപ്പൊ ഹാസോ ഹാവോ ഹാഡോ ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? ആക്റ്റീവിൽ V3 ആയിരിക്കും, ഇല്ലെങ്കിൽ അത് V2 ആയിരിക്കും. മറക്കല്ലേ. അപ്പൊ കേട്ടെ, ദേ പ്ലേഡ് ക്രിക്കറ്റ്. ഇവിടെ ഹാസോ ഹാവോ ഹാഡോ ഇല്ല, അതുകൊണ്ട് അത് V2 ആണ്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഒബ്ജക്റ്റ് ആണ്. ഓക്കെ ആണോ? അപ്പൊ ഇത് ഏത് വോയിസാ? ആക്റ്റീവ് വോയിസ്. ഇതിനെ നമുക്ക് എങ്ങോട്ട് മാറ്റണം? പാസീവിലേക്ക് മാറ്റണം. പാസീവിന്റെ ഫോർമാറ്റ് പറഞ്ഞോ? ഒബ്ജക്റ്റ് പ്ലസ്, ഞാൻ പറഞ്ഞു, നാണക്കേട് വിചാരിക്കല്ലേ, പറ, ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ ആണോ? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഒബ്ജക്റ്റ് പറ, ക്രിക്കറ്റ് ആണ്. അടുത്തത് ആരെ ആഡ് ചെയ്യണം സാറേ? ഓക്സിലറി ആഡ് ചെയ്യണം. ഓക്സിലറി ആഡ് ചെയ്യുന്നത് എവിടെ നോക്കി? മെയിൻ വെർബ് നോക്കി. മെയിൻ വെർബ് ഏതാ? V2 ആണ്. V2 വന്നാൽ വസ്വേയോ, വസോ വേറാണ്. വസോ വേറോ വരാം. ക്രിക്കറ്റിന്റെ കൂടെ ഏത് വരും? പറഞ്ഞോ, വസ് വരും. ഓക്കെ ആണോ? ഇനി അടുത്തത് V3 ആഡ് ചെയ്യണം. V3 എന്ത് തന്നെയാടാ? പ്ലേഡ് തന്നെയാണ്. ബൈ. ദേ വന്നാൽ മുമ്പ് പഠിച്ചതാ, ദം ആക്കണം. കേട്ടോ, ആൻസർ പറഞ്ഞോ. ക്രിക്കറ്റ് വാസ്
പ്ലേഡ് ബൈ ദം. മറക്കല്ലേ, ക്രിക്കറ്റ് വാസ് പ്ലേഡ് ബൈ ദം. സെന്റൻസ് എങ്ങനെയായിരുന്നു? ദേ പ്ലേഡ് ക്രിക്കറ്റ്. ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റിൽ തുടങ്ങുന്നത്. അപ്പോൾ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് ആക്റ്റീവ് വോയിസ് ആണ്. എങ്ങോട്ട് മാറ്റണം? പാസീവ് ആക്കി. പാസീവ് ആക്കിയപ്പോൾ എങ്ങനെ വന്നു സെന്റൻസ്? ക്രിക്കറ്റ് വാസ് played by them. ക്ലിയർ ആണോ സാറേ? അടുത്ത ചോദ്യം കേട്ടോ. She invites you. നോക്ക്, she invites you. She എന്ന് പറഞ്ഞാൽ ആരാ? സബ്ജക്റ്റ് ആണ്. ഇൻവൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെബ് ആണ്. വെബിന്റെ ഏത് ഫോം? V1 ഫോം. ഓക്കെ ആണോ? യു എന്ന് പറഞ്ഞാൽ ആരാണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇത് ഏത് വോയിസ് ആണ്? കാണുമ്പോഴേ അറിയാം. ഏത് വോയിസാ? ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ് ആണ്. എങ്ങോട്ട് മാറ്റണം? പാസീവ്. പാസീവ് ആക്കണമെങ്കിൽ നമ്മുടെ ഫോർമാറ്റ് പറഞ്ഞു. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ ആണോ? ഒബ്ജക്റ്റിനെ ആദ്യം എഴുതിക്കോ, യു. ക്ലിയർ ആണേ? അടുത്തത് ഓക്സിലറി എഴുതണം. ഓക്സിലറി കേക്ക് മെയിൻ വെബ് നോക്കി. മെയിൻ വെബ് ഏതാ? V1 ആണ്. V1 വന്നാൽ വരേണ്ടത് ഈസ് വരാം, ആറ് വരാം, ആമു വരാം. നമുക്കറിയാം യുവിന്റെ കൂടെ വരുന്നത് ഈസ് വരത്തില്ല, ആമു വരത്തില്ല, പകരം വരുന്നത് ആറാണ്. ഓക്കെ ആണോ? ഇനി V3, ഇൻവൈറ്റിന്റെ V3 പറഞ്ഞു. ഇൻവൈറ്റഡ്, ഇൻവൈറ്റഡ്. ഓക്കെ, യു ആർ ഇൻവൈറ്റഡ് ബൈ. ഷീ വന്നാൽ എങ്ങോട്ട് മാറ്റണം എന്ന് മുമ്പേ സാറ് പറഞ്ഞേ? ഹെർ ആക്കണം. അപ്പൊ ആൻസർ കിട്ടി. യു ആർ ഇൻവൈറ്റഡ് ബൈ ഹെർ. യു ആർ ഇൻവൈറ്റഡ് ബൈ ഹെർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹി ഈസ് ഇൽ ട്രീറ്റിംഗ് മീ. നമ്മൾ പറഞ്ഞത് വെച്ച് പറ. സബ്ജക്റ്റ് ഹി ആണ്. ഈസ് എന്ന് പറഞ്ഞാൽ ആരാ? ഓക്സിലറി. മുമ്പേ തന്ന ചോദ്യങ്ങൾക്കകത്തൊന്നും ഓക്സിലറി ഇല്ലായിരുന്നു, ഇതിനകത്ത് ഓക്സിലറി ഉണ്ട്. എങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. ഇൽ ട്രീറ്റിംഗ്. ഇൽ ട്രീറ്റിംഗിന്റെ വാക്കിന്റെ അർത്ഥം അറിയാം, ദ്രോഹിക്കാന്ന. അപ്പൊ ദാ ING ഫോമാ. റൈറ്റ്? മീ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റ് ആണ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ? ഐ വന്നാൽ മീ ആകും, അപ്പൊ മീ വന്നാൽ അയ്യു ആകും. അങ്ങനെങ്കിൽ ഇത് ആക്റ്റീവ് വോയിസിലാണ്. ഏത് വോയിസാ? ആക്റ്റീവ് ആണ്. എങ്ങോട്ട് മാറ്റണം സാറേ? പാസീവ് ആക്കണം. പാസീവ് ആക്കണേലുള്ള ഒബ്ജക്ട് ഫോർമാറ്റ് കേട്ടോ. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ് ആണ്. ഓക്കെ ആണോ? ഒബ്ജക്റ്റിനെ ആദ്യം എഴുതാം. മീ വന്നാൽ എന്താകൂടാ? അയ്യാകും. ഓക്കെ ആണേ? അടുത്ത കേട്ടോണേ, ഓക്സിലറി ഉണ്ട്. സാധാരണ ഓക്സിലറി ഉണ്ടെങ്കിൽ അത് ചേരുന്നതാണെങ്കിൽ താഴേക്ക് എഴുതി വെക്കണം. ഓക്കെ, ഇവിടെ ഈസ് ആണ്. ഈസ് പക്ഷെ ഐയുടെ കൂടെ ചേരത്തില്ല. ഇവര് തമ്മിൽ ചേർച്ചയില്ലാത്തവരാ. അതുകൊണ്ട് തന്നെ ഈസിന്റെ സഹോദരൻ ഒരാളുണ്ട്, ചേരുന്ന ഒരാൾ. ആരാ? ആം. പുള്ളിയെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ ഐ ആം. ഓക്സിലറി ഇതിന്റെ പകരം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി മെയിൻ വെബ് നോക്കി നമുക്ക് ഒരാളെ ആഡ് ചെയ്യണം. ING ആണ്. ING വന്നാൽ നമ്മൾ മുമ്പേ പറഞ്ഞു പഠിച്ചതാ, ബീങ് ആഡ് ചെയ്യണം. ഒന്നോടെ റിവൈൻഡ് ചെയ്ത് പോ. V1 ആണ് ഇസാറ, V2 ആണ് വസുബയർ, V3 ആണ് ബീൻ. ING ആണ് ബീൻ. മോഡൽ ആണ് BBB. നിങ്ങൾക്ക് വട്ടുണ്ടോ തോന്നും, സാരമില്ല, എന്നാലും കേട്ടോ. ING ആണെങ്കിൽ ബീങ് ആഡ് ചെയ്യണം. ശ്രദ്ധിച്ചേ, ഇവിടെ ദാ ബീങ് എഴുതി. അപ്പൊ എങ്ങനെ വന്നേ? ഐ ആം ബീങ് ആണോ? ഇനി V3 വേണം. ഇൽട്രീറ്റിന്റെ V3 ഇൽട്രീറ്റഡ് ബൈ. ഹി എന്താകും? ഹിം. അപ്പൊ ആൻസർ കേട്ടോ, ഐ ആം ബീങ് ഇൽട്രീറ്റഡ് ബൈ ഹിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹി ഹാസ് റിട്ടൺ എ നോവൽ. ദാ മുമ്പേ തന്നതുപോലൊരു സെന്റൻസ് ആണ്, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ഹി ആരാ സാറേ? സബ്ജക്റ്റ് ആണ്. ഹാസ് ആരാടാ? ഓക്സിലറി. എടാ റിട്ടൺ എന്ന് പറഞ്ഞാൽ ഏത് ഫോമാ? V3 ഫോം. എ നോവൽ എന്താ? ഒബ്ജക്റ്റ് ആണ്. പാസീവിലേക്ക് മാറ്റണം. പാസീവിന്റെ ഫോർമാറ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിനെ ആദ്യം എഴുതാൻ പോവാണ്. എ നോവൽ. ഓക്കെ, ഇനി അടുത്ത ആരെ ആഡ് ചെയ്യണം? ഓക്സിലറി. ഓക്സിലറി നിലവിലൊരു പുള്ളിയുണ്ട്, പുള്ളിയെ പിണക്കാൻ പറ്റത്തില്ല. അപ്പൊ പുള്ളി അതുപോലെ താഴേക്ക് തട്ടണം. ചേരുന്നതാണെങ്കിൽ മാത്രം. എ നോവലിന്റെ കൂടെ ചേരും. അപ്പൊ ഹാസിനെ താഴേക്ക് തട്ടി. അപ്പൊ എ നോവൽ ഹാസ്. ഇനി മെയിൻ വെർബ് നോക്കി. മുമ്പേ നമ്മൾ പറഞ്ഞു V3 ആണെങ്കിൽ ഏത് ഓക്സിലറി ആഡ് ചെയ്യണം? ബീൻ ആഡ് ചെയ്യണം. അപ്പൊ കേട്ടോ, എ നോവൽ ഹാസ് ബീൻ. അടുത്ത കേട്ടോ, വീണ്ടും V3. റിട്ടേൺ V3 റിട്ടേൺ തന്നെ. ബൈ. ഹി വന്നാൽ ഹിം. സോ ആൻസർ കേട്ടോ, എ നോവൽ ഹാസ് ബീൻ റിട്ടേൺ ബൈ ഹിം. എ നോവൽ ഹാസ് ബീൻ റിട്ടേൺ ബൈ ഹിം. ഒന്നുകൂടെ കേട്ടോ, ചോദ്യം ഏതാ? ഹി ഹാസ് റിട്ടേൺ എ നോവൽ. ഒബ്ജക്റ്റിനെ ആദ്യം എഴുതി, എ നോവൽ. അടുത്ത ഓക്സിലറി ചേരുന്നതായതുകൊണ്ട് താഴേക്ക് തട്ടി ഹാസ് എഴുതി. മെയിൻ വെർബ് നോക്കി ഒരെണ്ണം എഴുതണം. അപ്പൊ ദാ V3 വന്നാൽ ബീൻ ചെയ്യണം. അപ്പൊ പറഞ്ഞു എ നോവൽ ഹാസ് ബീൻ. അടുത്തത് റിട്ടേൺ അതുപോലെ എഴുതി, ബൈ ഹിം എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ.
മനു ഹാസ് ഡെലിവേർഡ് ദ പാഴ്സൽ. മുമ്പ് ചെയ്ത അതേ സെയിം പാറ്റേണിലുള്ള ചോദ്യം. ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ, കിട്ടും. മൈൻഡിൽ തന്നെ ചെയ്തോ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യാൻ പോവാ. മനു എന്ന് പറഞ്ഞാൽ ആരാ? സബ്ജക്റ്റ് ആണ്. ഹാസ് ഡെലിവേർഡ് ഓക്സിലറി പ്ലസ് V3 ആണ്. V3 ആണ്. ദ പാഴ്സൽ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് തിരിച്ചു പറഞ്ഞേ, ഒബ്ജക്റ്റ് പ്ലസ് പാസീവിന്റെ ഫോർമാറ്റ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ, ഒബ്ജക്റ്റ് ആരാ? ദ പാഴ്സൽ. ഇനി ഓക്സിലറി ആഡ് ചെയ്യണം. നിലവിൽ ഓക്സിലറി ഉണ്ടെങ്കിൽ അത് ചേരുന്നതാണെങ്കിൽ എഴുതണം. ദ പാഴ്സലിന്റെ കൂടെ പറ്റും, നോ പ്രോബ്ലം. ചേർന്നിരിക്കുന്നവരവർ, സുഹൃത്തുക്കളാവർ, അതുകൊണ്ട് അവരെ ഒരുമിച്ച് എഴുതി ദ പാഴ്സൽ ഹാസ്. ഇനി മെയിൻ വെർബ് നോക്കി, V3 വന്നാൽ ആരെ ആഡ് ചെയ്യണം? ബീൻ ആഡ് ചെയ്യണം സുഹൃത്തുക്കളെ. അപ്പൊ ദ പാഴ്സൽ ഹാസ് ബീൻ. ഇനി V3 ഡെലിവേർഡ് ബൈ ആര്? മനു. സോ ആൻസർ കേട്ടോ, ദ പാഴ്സൽ ഹാസ് ബീൻ ഡെലിവേർഡ് ബൈ മനു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്. വേറൊരു പാറ്റേൺ ഉള്ളത്, വി കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്. വി അവിടെ സബ്ജക്റ്റ് ആണ്. കംപ്ലീറ്റഡ്, V2 V3 കംപ്ലീറ്റഡാ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇൻട്രോവേർട്ട് ആണ് എക്സ്ട്രോവേർട്ട് ആണ് നോക്കണം. സുഹൃത്തുക്കൾ കൂടെ ഉണ്ടെങ്കിൽ അത് ഹാസോ ഹാവോ ഹാഡോ ഉണ്ടെങ്കിൽ അത് V3 ആയിരിക്കും. ഒറ്റയ്ക്കാണെങ്കിൽ V2 ആയിരിക്കും. ഇത് ഒറ്റയ്ക്ക, അപ്പൊ ആശാൻ ആരാ? V2 ആണ്. ദ പ്രോജക്റ്റ് ആരാണ്? ഒബ്ജക്റ്റ് ആണ്. എങ്ങോട്ട് മാറ്റണം? പസീവ്. പസീവിന്റെ ഫോർമാറ്റ് പറഞ്ഞു പഠിച്ചോ. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുപോവാ. ഒബ്ജക്റ്റ് ആരാ? ദ പ്രോജക്റ്റ്. ഓക്സിലറി ഉണ്ടോ? ഇല്ല. ഓക്സിലറി അപ്പൊ മെയിൻ വെർബ് നോക്കി ആഡ് ചെയ്യണം. മെയിൻ വെർബ് V2 ആണ്. V2 വന്നാൽ was or were. V2 വന്നാൽ was or were. അപ്പൊ V2 വന്നാൽ was or were. ദ പ്രോജക്റ്റ് സിംഗുലർ സബ്ജക്റ്റാ. അപ്പൊ ആൻസർ ഓക്സിലറി ആയിട്ട് വരേണ്ടത് was ആണ്. ദ പ്രോജക്റ്റ് was. അടുത്ത കേട്ടോ. ഇനി V3 ആഡ് ചെയ്യണം. കംപ്ലീറ്റഡ് V3 കംപ്ലീറ്റഡ് തന്നെ. അപ്പൊ കേട്ടോ, ദ പ്രോജക്റ്റ് വാസ് കംപ്ലീറ്റഡ് ബൈ. വി വന്നാൽ എങ്ങോട്ട് മാറ്റണം എന്ന് സാറേ? അസാക്കണം. അപ്പൊ പറഞ്ഞോ, ദ പ്രോജക്റ്റ് വാസ് കംപ്ലീറ്റഡ് ബൈ അസ്. ഒന്നൂടെ കേട്ടോ, ആക്റ്റീവിലുള്ള സെന്റൻസ് എങ്ങനെ ആയിരുന്നു? വി കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്. അതിനെ പാസീവിലോട്ട് മാറ്റിയപ്പോ എന്തായി? ദ പ്രോജക്റ്റ് വാസ് കംപ്ലീറ്റഡ് ബൈ അസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ദേ വെയർ പ്ലേയിങ് ഫുട്ബോൾ. ശ്രദ്ധിച്ചു കേട്ടോണേ, ചെറിയ ഒരു ഉടായിപ്പ് ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ദേ എന്ന് പറഞ്ഞാൽ ആരാ? സബ്ജക്റ്റാ. വെയർ എന്ന് പറഞ്ഞാൽ ആരാ? ഓക്സിലറിയാ. പ്ലേയിങ് എന്ന് പറഞ്ഞാൽ ഏത് ഫോമാ? ING ഫോമാ. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ആരാ? ഒബ്ജക്റ്റ് ആണ്. എങ്ങോട്ട് മാറ്റണം? ആക്റ്റീവാ പാസീവിലോട്ട് മാറ്റണം. പാസീവിന്റെ ഫോർമാറ്റ് വീണ്ടും എഴുതുന്നു. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ ആണോ? ഒബ്ജക്റ്റ് ആരാ സാറേ? ഫുട്ബോൾ ആണ് സാറേ. ഫുട്ബോൾ ആണ് സാറേ. അടുത്ത ഓക്സിലറി ആഡ് ചെയ്യണം. ഓക്സിലറി ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആരാ ഓക്സിലറി? വേർ. പക്ഷെ ഒരു പ്രശ്നം, ചേരത്തില്ല. ഫുട്ബോൾ സിംഗുലറാ, വേറെ സിംഗുലർ അല്ല. അപ്പൊ അതിന്റെ സഹോദരനായ വാസിനെ എടുക്കണം. സിംഗുലർ വെബ് വാസ് എടുത്തു. അപ്പൊ പറഞ്ഞു ഫുട്ബോൾ വാസ്. ക്ലിയർ ആണേ? അടുത്ത് നോക്ക്, ING ഫോം അല്ലേ? ING ആക്റ്റീവിൽ വന്നാൽ അത് പാസീവിലേക്ക് പോകുമ്പോ ബീങ് ആഡ് ചെയ്യണം. അപ്പൊ ഫുട്ബോൾ വാസ് ബീങ്. ക്ലിയർ ആണോ? ഇനി V3, പ്ലേയിങ്ങിന്റെ V3 പറഞ്ഞോ. പ്ലേഡ് ബൈ. ദേ വന്നാൽ ദം 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 ദം. ആൻസർ കേട്ടോ, ഫുട്ബോൾ വാസ് ബീങ് പ്ലേഡ് ബൈ ദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നോടൊപ്പം ചെയ്തു വരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹി ഹാഡ് റിട്ടൺ എ നോവൽ. ഹി ഹാഡ് റിട്ടൺ എ നോവൽ. ഇതുവരെ ചെയ്യാത്ത ഒരു രീതിയാ. ശ്രദ്ധിച്ചു കേട്ടോ. ഹി എന്ന് പറഞ്ഞാൽ സബ്ജക്ട്, ഹാഡ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി, റിട്ടൺ എന്ന് പറഞ്ഞാൽ V3, എ നോവൽ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്. അങ്ങനെയെങ്കിൽ ഫോർമാറ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ ആദ്യം എഴുതി പറഞ്ഞു, എ നോവൽ. അടുത്ത ഓക്സിലറി ഉണ്ടോ? ഉണ്ട് സാറേ. ഒരു ഓക്സിലറി കിടപ്പുണ്ട്. ആര്? ആഡ്. പുള്ളിക്ക് ഒരു പ്രശ്നമില്ല, ആരുടെയും കൂടെ പോകും, നോ പ്രോബ്ലം. അപ്പൊ അതുകൊണ്ട് എ നോവലിന്റെ കൂടെ എഴുതി വെക്കാം, എ നോവൽ ആഡ്. ക്ലിയർ ആണ്?
ഇനി ഇതാ കൊടുത്തിരിക്കുന്ന വെർബ് V3 ആണ്. V3 വന്നാൽ ആരെയും കൂടെ ആഡ് ചെയ്യണം എന്നാ പഠിച്ചേ? ബീൻ ആഡ് ചെയ്യണം, ബീൻ ആഡ് ചെയ്യണം. സോ കേട്ടോ, എ നോവൽ ഹാഡ് ബീൻ, എ നോവൽ ഹാഡ് ബീൻ. ഇനി V3 വീണ്ടും റിട്ടേൺ, V3 റിട്ടേൺ തന്നെ ബൈ ഹിം. ഹി വന്നാൽ ഹിം ആക്കണം. സോ ആൻസർ കേക്ക്, എ നോവൽ ഹാഡ് ബീൻ റിട്ടേൺ ബൈ ഹിം. ഒന്നോടെ കേട്ടോ, സെന്റൻസ് കേട്ടോ. ഹി ഹാഡ് റിട്ടേൺ എ നോവൽ. ആക്റ്റീവ് വോയിസ് ആയിരുന്നു കാര്യം, സബ്ജക്റ്റ് തുടങ്ങി, സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കും, ആക്റ്റീവായി. നമുക്കതിനെ എങ്ങോട്ട് മാറ്റണം? പാസീവിലേക്ക്. പാസീവിന്റെ ഫോർമാറ്റ് നമ്മൾ എഴുതി, ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഏതാ? എ നോവൽ. ഓക്സിലറി ഒരാൾ ഉണ്ടായിരുന്നു, ആര്? പുള്ളിയെ താഴേക്ക് തട്ടി, ഹാഡ്. ഇനി മെയിൻ വെർബ് നോക്കി എഴുതി, മെയിൻ വെർബ് V3 ആണ്. V3 വന്നാൽ ബീൻ ആഡ് ചെയ്യണം. ബാക്കി V3 എഴുതി, സബ്ജക്റ്റ് എഴുതി. അപ്പൊ ആൻസർ കേട്ടോ, എ നോവൽ ഹാഡ് ബീൻ റിട്ടേൺ ബൈ ഹിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേ വിൽ ഫിനിഷ് ദ വർക്ക്. ഫ്യൂച്ചർ വരുന്ന നമ്മൾ ഇതൊരു ചെയ്തില്ലായിരുന്നു. വില്ല് വരുന്നു, ഷാല് വരുന്നു ഒന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ. എങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ദേ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, വിൽ ഓക്സിലറി. ഏത് ഓക്സിലറി? മോഡൽ ഓക്സിലറി. റൈറ്റ്. മോഡൽ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണേ. MODEL അല്ല, MODAL ആണ്. ഫിനിഷ് ദ വർക്ക്. ഫിനിഷ് വെബ് ആണ്, ദ വർക്ക് ഒബ്ജക്റ്റ് ആണ്. മോഡൽ ആക്സിലറി ഉണ്ടെങ്കിൽ മെയിൻ വെബ് നോക്കേണ്ട കാര്യം ഇല്ല. നമുക്ക് ഫോർമാറ്റ് എഴുതാം. ഫോർമാറ്റ് പറ സാറേ. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ആരാ? ദ വർക്ക്. അടുത്ത ഓക്സിലറി ഉണ്ടോ? ഉണ്ട്. ആര്? വില്ല്. ചേരുന്നതാ, ഒരു പ്രശ്നമില്ല, വില്ല്. മോഡൽ ഓക്സിലറി വന്നാൽ, മോഡൽ വന്നാൽ ആരെ ചേർക്കണം എന്നാ പറഞ്ഞ്? ബി ചേർക്കണം. പറഞ്ഞിരുന്നു. വില്ല് വന്ന വിൽ ബി, ഷാല് വന്ന ഷാൽ ബി, ക്യാൻ വന്നാൽ ക്യാൻ ബി, മേ വന്നാൽ മേ ബി, വുഡ് വന്ന വുഡ് ബി, ഷുഡ് വന്ന ഷുഡ് ബി, കുഡ് വന്ന കുഡ് ബി. ഇങ്ങനെ പോകും. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ വില്ല് വന്നത് കൊണ്ട് ഇവിടെ എന്ത് വരണം? എന്തും കൂടെ ആഡ് ചെയ്യണം, വിൽ ബി. അപ്പൊ പറ, ദ വാക്ക് വിൽ ബി. ഇനി V3, ഫിനിഷിന്റെ V3 പറഞ്ഞോ. ഫിനിഷ്ഡ്. ഫിനിഷ്ഡ് ബൈ. ദേ വന്നാൽ ദം ആക്കണം. സോ ആൻസർ കേട്ടോ, ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ ദം. ഓക്കെ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ ലെസൺ. മുമ്പ് ചെയ്ത ഒരു ഫോർമാറ്റ് ആണ്, ഒന്നുകൂടെ ചെയ്യാം. ദ ടീച്ചർ ആരാ? സബ്ജക്റ്റ്. എക്സ്പ്ലെയിൻസ് എന്താ? V1. ദ ലെസൺ എന്താ? ഒബ്ജക്റ്റ്. പാസീവിലേക്ക് മാറ്റാം. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുപോവാ, ദ ലെസൺ. അടുത്ത ഓക്സിലറി. ഓക്സിലറി, ഓക്സിലറി ഇല്ല. മെയിൻ വെബ് നോക്കി എഴുതണം. V1 ആണ് ഈസാറാം. V1 ആണ് ഈസാറാം. ദ ലെസന്റെ കൂടെ വരുന്നത് ഈസാണ്. ഈസാണ്. ഓക്കെ ആണോ? അടുത്ത കേട്ടോണേ. എക്സ്പ്ലെയിൻഡ് V3. എക്സ്പ്ലെയിൻഡ് ആണ്. അപ്പൊ ദ ലെസൺ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ആര്? ദ ടീച്ചർ. സിമ്പിൾ അല്ലേ? സെറ്റ് അല്ലേ? ദ ലെസൺ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ടീച്ചർ. ഓക്കെ ആണോ? അടുത്ത ചോദ്യം, ദ കമ്പനി ഹയർഡ് ന്യൂ വർക്കേഴ്സ് ലാസ്റ്റ് ഇയർ. പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്ന് ആദ്യം ചെയ്യേണ്ട പരിപാടി, നമ്മുടെ ആവശ്യമുള്ള 3 പേരെ അങ്ങ് എടുത്തേക്കണം. ദ കമ്പനി ആരാ? സബ്ജക്റ്റ്. ഹയർഡ് എന്താ? V2 V3 ഹയർഡ് തന്നെയാണ്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇൻട്രോവേർട്ട് ആണ് എക്സ്ട്രോവേർട്ട് ആണ് നോക്കിയാൽ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഇൻട്രോവേർട്ട് ആണ്. കാര്യം സുഹൃത്തുക്കൾ ആരും കൂടിയില്ലടേ. ഹാസോ ഹാവോ ഹാഡോ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് V2 ആണ്. ഓക്കെ. ന്യൂ വർക്കേഴ്സ് ആരാണ്? ഒബ്ജക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ടും പുള്ളി കിടക്കുന്നു. ഈ സബ്ജക്റ്റ് വെബ് ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മനുഷ്യന്മാരെ ബ്രാക്കറ്റിനകത്ത് ഇട്ടേക്കണം. ഓക്കെ ആണോ? ഞാൻ ഇവരെ വിളിക്കുന്ന പേരാണ് ചൊറിയൻ അമ്മാവന്മാർ. എന്തുവാ? ചൊറിയൻ അമ്മാവന്മാർ. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ പ്രോഗ്രാം നടക്കുമ്പോഴത്തേക്കിന് കാണത്തില്ലേ, മര്യാദയ്ക്ക് പണിയെടുത്ത് നടക്കുന്നവരെ ചൊറിഞ്ഞ് അഭിപ്രായം പറഞ്ഞ് നടക്കുന്ന ആളുകൾ. നമ്മൾ വീട്ടുകാരോട് പരാതി പറഞ്ഞാൽ അവർ പറയും മൈൻഡിയേ വേണ്ട. അങ്ങനെയെങ്കിൽ ആക്റ്റീവിൽ നിന്ന് പാസീവ് ആക്കാനുള്ള സെന്റൻസിനകത്ത് സബ്ജക്റ്റ് വെബ് ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ടീമുകളെ ബ്രാക്കറ്റിനകത്ത് ഇട്ടേക്കണം. അവരെ മറക്കരുത്, ചൊറിയൻ അമ്മാവന്മാർ. അവരെ മൈൻഡിയേ വേണ്ട. നമുക്ക് നോക്കാം ഇതിനെ പാസീവിലേക്ക് ആക്കാനുള്ള ഫോർമാറ്റ് കേട്ടോ. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ. ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുപോവാ, ന്യൂ വർക്കേഴ്സ്. ഓക്കെ ആണല്ലോ? ന്യൂ വർക്കേഴ്സ്. ഇനി അടുത്തത് ഓക്സിലറി ആഡ് ചെയ്യണം. ഓക്സിലറി എവിടെ നോക്കി? മെയിൻ വെർബ് നോക്കി. മെയിൻ വെർബ് V2 ആണ്. V2 വന്നാൽ പറ, വാസ്, സോ, വെയർ.
ന്യൂ വർക്കർ അല്ല, വർക്കേഴ്സ് ആണ്. അപ്പൊ എങ്ങനെ വരും? വേറെ വരും. ന്യൂ വർക്കേഴ്സ് വെയർ. ഇനി അടുത്തത് V3. ഹയേർഡിന്റെ V3 ഹയേർഡ് തന്നെ. ബൈ ആര്? ദ കമ്പനി. ഇനി 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 നമ്മൾ അനക്കാതെ വെച്ചേക്കുന്ന കൂട്ടരുണ്ടല്ലോ, ചൊറിയനമ്മാവന്മാർ, അവരെ അതുപോലെ താഴേക്ക് ഇറക്കിക്കോ. ലാസ്റ്റ് ഇയർ. ആൻസർ കേട്ടോ, ന്യൂ വർക്കേഴ്സ് വെയർ ഹയേർഡ് ബൈ ദി കമ്പനി ലാസ്റ്റ് ഇയർ. ഒന്നുകൂടെ കേട്ടോണേ, ദ കമ്പനി ഹയേർഡ് ന്യൂ വർക്കേഴ്സ് ലാസ്റ്റ് ഇയർ എന്നായിരുന്നു. അവിടെ നമുക്ക് വേണ്ടാത്തവരെ നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടു, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചു, അതിനെ പാസീവ് ആക്കിയപ്പോൾ എങ്ങനെ വന്നു? ന്യൂ വർക്കേഴ്സ് വെയർ ഹയേർഡ് ബൈ ദ കമ്പനി. ആ ബ്രാക്കറ്റിൽ ഇട്ടതിനെ അതുപോലെ താഴേക്ക് ഇറക്കി എഴുതി ലാസ്റ്റ് ഇയർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം ദാ PYQസിലോട്ട് കടക്കുകയാണ്. വിച്ച് ഈസ് ദ കറക്റ്റ് പാസീവ് വോയിസ് ഇൻ ദിസ് സെന്റൻസ്? റാം ഈസ് ഈറ്റിംഗ് എ മാംഗോ. ഇത് സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 2025 ചോദ്യമാണ്. ചോദ്യം ഇതാണ്, റാം ഈസ് ഈറ്റിംഗ് എ മാംഗോ എന്നതിന്റെ കറക്റ്റ് പാസീവ് വോയിസ് ഏതാണ്? 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ വായിക്കാം. എ മാംഗോ ഈസ് ഈറ്റൻ ബൈ റാം. അടുത്തത് എ മാംഗോ വാസ് ഈറ്റൻ ബൈ റാം. അടുത്തത് എ മാംഗോ ഈസ് ബീങ് ഈറ്റൻ ബൈ റാം. എ മാംഗോ വാസ് ബീങ് ഈറ്റൻ ബൈ റാം. ശ്രദ്ധിച്ചു കേട്ടോണേ, നമ്മുടെ സെന്റൻസ് കേട്ടോ. റാം സബ്ജക്റ്റ്, ഈസ് ഓക്സിലറി, ഈറ്റിംഗ് ING, എ മാംഗോ ഒബ്ജക്റ്റ്. അപ്പൊ ഒബ്ജക്റ്റ് എ മാംഗോയിൽ തുടങ്ങണം. ക്ലിയർ ആണ്. അടുത്തത് ഓക്സിലറി വരേണ്ടത് ഏത് തന്നെ? ഈസ് തന്നെ. എ മാംഗോയുടെ കൂടെ ചേരും. ഇനി ഈറ്റിംഗിന്റെ ING ഉള്ളത് കൊണ്ട് അതിന്റെ ബീങ് ആഡ് ചെയ്യണം. അപ്പൊ ഈസ് ബീങ് വരുന്നത് നോക്കിയാൽ മതി. ഏത് നോക്കിയാൽ മതി? ഈസ് ബീങ്. ശ്രദ്ധിച്ചു കേട്ടോ. എ മാംഗോ ഈസ് ഈറ്റൻ ബൈ റാം. ഈസ് ഉണ്ട്, പക്ഷെ ബീങ് ഇല്ല. എ മാംഗോ വാസ് ഈറ്റൻ ബൈ റാം. ഈസും ഇല്ല, ബീങ്ങും ഇല്ല. എ മാംഗോ ഈസ് ബീങ് ഈറ്റൻ ബൈ റാം. ദാ ഈസും ഉണ്ട്, ബീങ്ങും ഉണ്ട്. സോ ആൻസർ ഏതാ? എ മാംഗോ ഈസ് ബീങ് ഈറ്റൻ ബൈ റാം. മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Change the following sentence from active to passives. Passive form. My cousin has drawn this picture. My cousin ആണ് അവിടുത്തെ സബ്ജക്ട്. Has അവിടുത്തെ ഓക്സിലറി. Drawn അവിടുത്തെ V3 form. This picture അവിടുത്തെ ഒബ്ജക്ട്. അപ്പൊ ഫോർമാറ്റ് അനുസരിച്ച് ഒബ്ജക്റ്റിൽ തുടങ്ങണം, ഓക്സിലറി ഉണ്ടാവണം, V3 ആഡ് ചെയ്യണം, സബ്ജക്റ്റും വരണം. ഓക്കെ ആണോ? ഒബ്ജക്റ്റ് ഏതാ? ദിസ് പിക്ചർ. ഓക്സിലറി ഒരാൾ ഉണ്ട്, ആര്? ഹാസ്. അതിന്റെ കൂടെ V3 കൂടെ വരുമ്പോ ഹാസ് ബീൻ വരും. ഏത് വരും? ഹാസ് ബീൻ. അപ്പൊ ഹാസ് ബീൻ ഉള്ളത് നോക്കിയാൽ മതി. ശ്രദ്ധിച്ചു കേട്ടോ. ദിസ് പിക്ചർ ഈസ് ഡ്രോൺ ബൈ കസിൻ. ആണോ? അല്ല. ദിസ് പിക്ചർ വാസ് ഡ്രോൺ ബൈ കസിൻ. ആണോ? അല്ല. ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. ശരിയല്ലേ? ആണ്. അടുത്ത കൂടെ നോക്കിയോ. ദിസ് പിക്ചർ ഹാഡ് ബീൻ. ഹാഡ് അല്ലല്ലോ, ഹാസ് അല്ലേ. സോ ഓപ്ഷൻ 3 ആണ് ഇവിടത്തെയും ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് സെന്റൻസ് ഇൻ ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസിൽ വരുന്ന സെന്റൻസ് എഴുതാൻ. ഒന്നാമത്തെ സെന്റൻസ് നോക്കിയോ. ദ ഡിവിഷണൽ അക്കൗണ്ടന്റ് 2025 ചോദ്യമാണ്, PYQ ആണ്. ദ ലെറ്റർ വാസ് റിട്ടൺ ബൈ ജോൺ. ബൈ ജോൺ സബ്ജക്റ്റ് അവസാനം വരുന്നേ. സോ ഇത് പാസീവ് ആണ്. ദ കേക്ക് വാസ് ഈറ്റൻ ബൈ ദി ചിൽഡ്രൻ. ഇവിടെ ബൈ ദ ചിൽഡ്രൻ സബ്ജക്റ്റ് അവസാനമാണ്. സോ ഇത് പാസീവ് വോയിസ് ആണ്. The teacher explains the lesson. The teacher ആണ് അവിടുത്തെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് ആദ്യമാണ്. സോ ഇത് ഏത് വോയിസാ? ആക്റ്റീവ് വോയിസ്. ലാസ്റ്റ് കൊണ്ടോട് നോക്കാം. The door was opened by the guard. By the guard ആണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പൊ ഇത് പാസീവ് വോയിസ് ആണ്. സോ ആക്റ്റീവ് വോയിസിലെ സെന്റൻസ് ഏതാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, നെക്സ്റ്റ്. Convert the following sentences into passive voice. My mother prepared a delicious meal. My mother prepared a delicious meal. ശ്രദ്ധിച്ചു കേട്ടോ. ഇതിനെ പാസീവിലേക്ക് ആക്കാനാ. മൈ മദർ ആണ് അവിടുത്തെ സബ്ജക്ട്. പ്രിപ്പയർഡ് അത് V2 ആണ്. എ ഡെലീഷ്യസ് മീൽ അവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കാം? മെയിൻ വെർബ് നോക്ക് V2 ആണ്. V2 വരുമ്പോ ഏത് വരണം? വാസോർ വെയർ. അതിന്റെ കൂടെ പാസീവ് ആകുമ്പോൾ V3 കൂടെ വരണം. അപ്പൊ വാസോർ വെയർ പ്ലസ് V3 വന്നാൽ മതി. എ ഡെലീഷ്യസ് മീൽ ആകുമ്പോഴത്തേക്കിന് വാസ് പ്ലസ് V3 വരണം കേട്ടോ. എ ഡെലീഷ്യസ് മീൽ ഈസ് പ്രിപ്പയർഡ് ബൈ മദർ. ഈസ് ആണ്, വരത്തില്ല. അടുത്ത എ ഡെലീഷ്യസ് മീൽ വാസ് പ്രിപ്പയർഡ് ബൈ മദർ. ആൻസർ കറക്റ്റ് ആണ്. ബാക്കിയും കൂടെ നോക്കാം. മൈ മദർ വാസ് പ്രിപ്പയറിംഗ് എ ഡെലീഷ്യസ് മീൽ. വരത്തില്ല. കാര്യം മൈ മദർ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ആദ്യം വന്നാൽ ആക്റ്റീവ് വോയിസാ. അടുത്ത മൈ മദർ പ്രിപ്പയർസ് എ ഡെലീഷ്യസ് മീൽ. ഇവിടെയും സബ്ജക്റ്റിലെ തുടങ്ങുന്ന. സോ ഇറ്റ് ഈസ് ആക്റ്റീവ് വോയിസ്.
അങ്ങനെയെങ്കിൽ ആൻസർ ഓപ്ഷൻ 2 ആണ്. എ ഡെലീഷ്യസ് മീൽ വാസ് പ്രിപ്പയർഡ് ബൈ മദർ. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങിയ ടോപ്പിക് ആക്റ്റീവ് ആൻഡ് പാസീവിന്റെ ഏറ്റവും ബേസിക് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഞാനത് ക്ലിയർ ആക്കി പറഞ്ഞ് ഒന്നുകൂടെ അവസാനിപ്പിക്കാം. സബ്ജക്റ്റിൽ തുടങ്ങി സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേര് ആക്റ്റീവ് വോയിസ്. ഒബ്ജക്റ്റിൽ തുടങ്ങി ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേര് പാസീവ് വോയിസ്. ആക്റ്റീവിൽ നിന്ന് എങ്ങനെ പാസീവിലേക്ക് ആക്കാം? നമ്മൾ അതിനൊരു ഫോർമാറ്റ് പഠിച്ചു. ഒറ്റ ഫോർമാറ്റ്, പല ടെൻസ് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്തില്ല. ഒറ്റ ഫോർമാറ്റിനകത്ത് നിർത്തി. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് V3 പ്ലസ് സബ്ജക്ട്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ അതിനകത്ത് ഒബ്ജക്റ്റിന് എവിടുന്ന് കിട്ടും സാറേ? ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. V3 നമുക്ക് എവിടുന്ന് ഒപ്പിക്കാം? ക്വസ്റ്റ്യനിൽ നിന്ന് ഒപ്പിക്കാം. സബ്ജക്റ്റിന് എവിടുന്ന് കിട്ടും? ക്വസ്റ്റ്യനിൽ നിന്ന് ഒപ്പിക്കാം. പിടികിട്ടാ പുള്ളി ഓക്സിലറി വെബ്. ഓക്സിലറി വെബിനെ ആഡ് ചെയ്യാൻ പഠിച്ചാൽ മതിയായിരുന്നു. ഓക്സിലറി വെബിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മെയിൻ വെബ് നോക്കിയാണ്. മെയിൻ വെബ് V1 ആണ് ഈസാറാം, V2 ആണെങ്കിൽ വാസ് വെയർ, V3 ആണെങ്കിൽ ബീൻ, ING ആണെങ്കിൽ ബീങ്, ഇനി അടുത്ത മോഡൽ ആണെങ്കിൽ ബി ആഡ് ചെയ്യണം. ഓക്കെ ആണോ? അതിന്റെ കുറച്ച് സെന്റൻസുകൾ, അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു നോക്കി. PYQ ഉൾപ്പെടെ നമ്മൾ പഠിച്ചു. ഇനി ബാക്കിയുള്ള സെന്റൻസുകളുണ്ട്. ക്വസ്റ്റ്യൻസിനെ പാസീവ് ആക്കുന്നുണ്ട്, ഇമ്പരേറ്റീവ് സെന്റൻസുകളെ പാസീവ് ആക്കുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.